ശ്രീറോണിക്ക് ബേബി ഒരുപക്ഷെ പി മുസ്തഫ പറഞ്ഞു അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങളിപ്പോഴും 2019 കണ്ടതാണ്, 20 കണ്ടതാണ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എല്ലാം കണ്ടതാണ്. നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. മറ്റൊന്നും നിങ്ങൾക്ക് പറയാനില്ല. നിൽക്കക്കള്ളിയില്ലാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് മതരാഷ്ട്രവാദികളെയാണ്. നിങ്ങൾക്ക് UDF എന്ന് പറയുന്ന സംവിധാനം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് ഒരു വർഗീയ പാർട്ടിയായി രൂപപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തപ്പോൾ നിങ്ങൾ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണിപ്പോൾ VPP ചൂണ്ടിക്കാട്ടിയത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ VPP മുസ്തഫ പറഞ്ഞ വിഷയം തന്നെയാണ് എനിക്ക് തിരിച്ചും പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നും പറയാനില്ലാത്തപ്പോൾ മതത്തെക്കുറിച്ച് പറയുന്നു, വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു, വർഗീയതയെക്കുറിച്ച് പറയുന്നു. ഇവിടെ ആരാണ് മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചും പറയുന്നത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ മതരാഷ്ട്രവാദികളുമായി UDF സന്ധി ചേരുന്നു. ഞാൻ ചോദിച്ചോളട്ടെ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഏകദേശം 1 മാസത്തെ മൗനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ചേർന്നിരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തില് ആ വിഷയമാണ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് പറയാൻ മറ്റൊരു വിഷയവും ഇല്ലേ? ഇവിടെ ബഹുമാനപ്പെട്ട VPP മുസ്തഫ പറഞ്ഞു വികസനവും കരുതലും വികസനവും ജനക്ഷേമ പദ്ധതികളും ഞങ്ങളുടെ വലിയ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അതൊന്നും പറയുന്നില്ല. ഇവിടെ നമ്മൾ കൈരളി ചാനലില് വികസനവും ക്ഷേമ പെൻഷനുകളും പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയം എന്ന് പറയുന്നത് ഇവിടെ മതരാഷ്ട്രവും വർഗീയതയും മതപരമായ വിഷയങ്ങളുമാണ്. ഇവിടെ എന്നോട് ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് UDF ശബരിമല വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ട്, ഞങ്ങൾ ശബരിമല വിഷയം എന്ന് പറയുന്നത് മറ്റു പല വിഷയങ്ങളിൽ ഒരു വിഷയം മാത്രമാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള വീഴ്ചകൾ ഓരോ മേഖലയിലും, അത് ഇവിടെ വലിയ ആവേശത്തോടെ നമ്മൾ സംസാരിക്കുന്ന കേട്ടു. ത്രിതല പഞ്ചായത്തുകൾ, ജനകീയ ആസൂത്രണം, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. നമുക്കറിയാം 1988 രാജീവ് ഗാന്ധി ഗവൺമെന്റ് പഞ്ചായത്ത് രാജ് ബില്ല് അത് രാജ്യസഭയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്തവരാണ് CPM. ഉള്ളതൊരു ചരിത്രമൊന്നും നമ്മൾ മറക്കരുത്. ഇന്ന് ആവേശത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പറയുമ്പോൾ എന്തായിരുന്നു ഈ ഭരണഘടനയുടെ ഭേദഗതി ബില്ലുകൾ രാജ്യസഭയിൽ കൊണ്ടുവന്നപ്പോൾ CPM സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുകൂടി നിങ്ങൾ ആത്മപരിശോധന ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം 40% ഫണ്ട് ത്രിതല പഞ്ചായത്തുകൾക്ക് പദ്ധതി വിഹിതമായി നൽകുന്നുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ നിങ്ങൾ പരിശോധിക്കുക. ഇവിടുത്തെ പല വിഷയങ്ങൾ, കാരണം ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ മണിക്കൂറുകൾ ചർച്ച ചെയ്താലും തീരാത്ത വിഷയങ്ങളാണ് ഈ സംസ്ഥാന സർക്കാരിനെതിരെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, ഏതാനും ദിവസങ്ങളായി UDF ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് മാത്രമാണ് ശബരിമല. ഞങ്ങൾക്ക് ശബരിമല മാത്രമല്ല, ഞങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ശബരിമല എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുവാനായിട്ട് സർക്കാർ അവിടെ കൊള്ളമർത്തുമ്പോൾ ഇല്ലേ, ഇനിയും പരസ്യമായിട്ട് ഈ ശബരിമല വിഷയത്തിൽ CPM ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. CPMന്റെ 2 മുതിർന്ന നേതാക്കൾ, രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര്, അവര് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രമല്ല CPMന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ്. ഒരാൾ ഒരു മുൻ MLA ആണ്, ഒരാൾ ഒരു മുൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ്. രണ്ടുപേരും CPMന്റെ ഉന്നത നേതാക്കളുമായി അത്ര അടുത്ത ബന്ധമുള്ളവരാണ്. 2 ആളുകൾ ജയിലിൽ കിടക്കുമ്പോഴും ഇത് പറയുകയാണ് ഈ പറയുന്ന ശബരിമല വിഷയം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ശബരിമല വിഷയം മാത്രമല്ല, ത്രിതല പഞ്ചായത്തുകൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ത്രിതല പഞ്ചായത്തുകൾക്ക് അനുവദിച്ച ഫണ്ടുകൾ എത്രയോ വകമാറ്റിയിരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ തന്നെ ഇവിടെ നമ്മൾ എത്രയോ അല്ല ശ്രീറോണിക്ക് ബേബി, എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞ് ചില അസത്യ വസ്തുതകളിലേക്ക് പോകുന്നു. ഈ വകമാറ്റി തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളത് തെറ്റായ വസ്തുതയാണെന്നാണ് കണക്കുകൾ പരിശോധന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ വികസനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടേയിരുന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം 3 ജില്ലകളിൽ വാർത്താസമ്മേളനങ്ങളിൽ പങ്കെടുത്തു, തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അടക്കം പറഞ്ഞത് ഞങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരും താങ്കൾ ഉൾപ്പെടെയുള്ളവർ കേട്ടതാണ്. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിനെ കുറിച്ച്, മതരാഷ്ട്രവാദികളുമായുള്ള കൂട്ടുകെട്ട് ആത്മഹത്യാപരമാണ്. താങ്കൾക്ക് അത് ചെറിയ വിഷയമാണെങ്കിലും കേരളത്തിലെ ജനതയ്ക്ക്, കേരളത്തിലെ 3.5 കോടി വരുന്ന ജനതയ്ക്ക്, മതനിരപേക്ഷ വിശ്വാസികളായ ആളുകൾക്ക് അതൊരു വലിയ അപകട സൂചനയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത്. പിന്നെ വികസനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വികസനത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എടുത്തെടുത്ത് ഊന്നി പറയേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, താങ്കൾക്ക് ഈ തുടക്കത്തിൽ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പവർ കട്ടിനെ കുറിച്ച് പറഞ്ഞു. പവർ കട്ട് എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല.
ദേശീയപാതയുടെ വികസനം ഇപ്പോൾ നടക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ നിങ്ങളുടെ ഭരണകാലത്ത് 18 മാസം കുടിശ്ശികയായിരുന്നു. ഇപ്പോൾ 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങൾ നേരത്തെ അച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ. ആ വികസനം ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറയേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്താണ്? നിങ്ങൾ എടുത്തിരിക്കുന്ന അപകടകരമായ നിലപാട്, മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേർന്നുള്ള ഈ നിലപാട് ഭാവി കേരളത്തെ തകർക്കുന്നതാണ്. അത് നിരന്തരം ഓർമ്മിപ്പിക്കണം. അതിനെ എങ്ങനെയാണ് നിങ്ങൾ സൈഡ് ലൈൻ ചെയ്യുകയും അതൊരു ചെറിയ വിഷയമായി പറയുകയും ചെയ്യുന്നത്? റോണി കെ ബേബി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ ചർച്ചയിൽ വരുമ്പോൾ മണിക്കൂറുകൾ എടുത്തു കഴിഞ്ഞാൽ, കാരണം അത്രമാത്രം സങ്കീർണമാണ് ഓരോ വിഷയവും, അത്രമാത്രം ഡീപ്പിൽ പറഞ്ഞു പോകേണ്ടതാ. അപ്പൊ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ദേശീയപാതയുടെ കാര്യം പറഞ്ഞാൽ അത് തന്നെ ഇവിടെ എത്രയോ മണിക്കൂർ ചർച്ച ചെയ്യണം. 150 സ്ഥലങ്ങളിലാണ് ദേശീയപാത ഇടിഞ്ഞ് തകർന്ന് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ പവർ കട്ടിന്റെ കാര്യം, ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 5 തവണയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചത്. ഓരോ വീടുകളിലും ഇപ്പോൾ വരുന്ന ഇലക്ട്രിസിറ്റി എത്രയാ? ഉമ്മൻചാണ്ടി സാർ ഇറങ്ങി പോകുമ്പോൾ KSEB ലാഭത്തിലായിരുന്നു. ഇപ്പോൾ KSEB അതിഭീമമായ കടത്തിലേക്ക് താങ്കളുടെ ഉത്തരവാദിയാണ്. നമുക്കത് അത് 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 ചർച്ച ചെയ്യാം. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ എനിക്ക് കൃത്യമായ ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഇന്ന് ഇപ്പോൾ അങ്ങ് പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെ മതരാഷ്ട്രവാദികൾ എന്ന് പറയുന്നത്, ഇത് തലമറന്ന് എണ്ണ തേക്കരുത്. എനിക്ക് അതേ CPM-ന്റെ നേതാക്കളോട് പറയാനുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്കൊന്നും അൾഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടില്ല. അവരുടെ ഓർമ്മയൊന്നും മങ്ങിപ്പോയിട്ടില്ല. 2009 വരെ ഇവിടെ കൃത്യമായി തന്നെ അതെ ശ്രീ റോണി കെ ബേബി, അങ്ങനെ ഓർമ്മ മങ്ങിപ്പോയിട്ടില്ല. പക്ഷേ അത് തെറ്റാണെന്നും നിങ്ങൾ പഴയ ചില കാര്യങ്ങൾ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ന് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയോട് വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞു നിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ്, നിങ്ങളെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിങ്ങളിങ്ങനെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് പറയേണ്ടത്?